നിങ്ങളിപ്പോൾ കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഒരേ സമയം എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് എന്നിവയാണ്. ബ്രെയിൻ നമ്മുടെ ശരീരത്തിന്റെ കമാൻഡ് സെന്ററാണ്. എല്ലാ തീരുമാനങ്ങളും ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ബ്രെയിനിൽ സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നീ ഭാഗങ്ങളുണ്ട്. സെറിബ്രം ചിന്ത, ഓർമ്മ, പഠനം, വികാരങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നു. സെറിബെല്ലം ശരീരത്തിന്റെ ബാലൻസ്, ചലനങ്ങളുടെ കൃത്യത എന്നിവയ്ക്കാണ് സഹായിക്കുന്നത്. ബ്രെയിൻ സ്റ്റെം ശ്വാസം, ഹൃദയമിടിപ്പ് പോലുള്ള അത്യാവശ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. സ്പൈനൽ കോഡ് ബ്രെയിനിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പ്രധാന പാതയാണ്. ഇതില്ലാതെ ബ്രെയിനും ശരീരവും തമ്മിൽ ബന്ധം നിലനിർത്താൻ കഴിയില്ല. നെർവ്സ് ശരീരത്തിലുടനീളം പടർന്നിരിക്കുന്ന സൂക്ഷ്മമായ തന്തുക്കളാണ്. ഇവ വേദന, ചൂട്, തണുപ്പ്, സ്പർശം, സമ്മർദ്ദം തുടങ്ങിയ അനുഭവങ്ങളെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. നെർവസ് സിസ്റ്റം 2 വിഭാഗങ്ങളായി തിരിക്കാം: സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ ഭാഗത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടുന്നു. പെരിഫറൽ നെർവസ് സിസ്റ്റം വീണ്ടും സൊമാറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവുമായി വിഭജിക്കപ്പെടുന്നു. സൊമാറ്റിക് സിസ്റ്റം നമ്മൾ ഇച്ഛാപൂർവം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം സ്വയം നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഇത് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവുമായി വീണ്ടും വിഭജിക്കപ്പെടുന്നു. പേടി തോന്നുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത്, ശ്വാസം വേഗത്തിലാകുന്നത് ഇതെല്ലാം സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തനമാണ്. വിശ്രമിക്കുമ്പോൾ ശരീരം ശാന്തമാകുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ജോലിയാണ്. റിഫ്ലെക്സ് ആക്ഷൻ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും വേഗത്തിലുള്ള പ്രതികരണമാണ്. ചൂടുള്ള വസ്തു തൊട്ടാൽ ഉടൻ കൈ പിൻവലിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. നെർവസ് സിസ്റ്റത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ മതിയായ ഉറക്കം, പോഷകമുള്ള ഭക്ഷണം, വെള്ളം, വ്യായാമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ വളരെ പ്രധാനമാണ്. നെർവസ് സിസ്റ്റം ആരോഗ്യമുള്ളതായാൽ മാത്രമേ ശരീരം ശരിയായി പ്രവർത്തിക്കൂ. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്.